ഹായ് ഓൾ, ഒരാഴ്ചത്തേക്ക് നാട്ടിൽ പോയി തിരിച്ചു വന്നപ്പോൾ കിട്ടിയ ഒരു 8ന്റെ പണിയാണിട്ടത്. നമ്മുടെ അക്വേറിയം മൊത്തം ഹെയർ ആൽഗ പിടിച്ചു. ഇതിന്റെ കാരണം ഏറെക്കുറെ എല്ലാവർക്കും അറിയാൻ പറ്റും, ലൈറ്റിംഗ് ആണ്. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നുപോയി. പ്ലാന്റ് ടാങ്കിന് എപ്പോഴും മാക്സിമം നമ്മൾ 6 to 8 hours മാത്രം നമ്മൾ ലൈറ്റിംഗ് കൊടുക്കുക. എല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ആൽഗ വന്നിങ്ങോട്ട് അക്വേറിയം ആകെ നാശമായി പോകും. പരമാവധി ലൈറ്റൊക്കെ കൺട്രോൾ ചെയ്ത് ഒരു 6 to 8 hour ഒക്കെ കൊടുത്തിങ്ങോട്ട് ഹെയർ ആൽഗൊക്കെ വരാണ്ട് നോക്കണം കേട്ടോ. എല്ലാന്നുണ്ടെങ്കിൽ 8ന്റെ പണിയാണ്. പിന്നെ ഒന്നും നോക്കാനൊന്നുമില്ല, അതിലെ മീനുകളൊക്കെ പിടിച്ച് മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടാ. ഒരു ബക്കറ്റിൽ എയറേഷൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ എല്ലാ ഫിഷുകളും മാറ്റിയിട്ട് കുറച്ച് ഏഞ്ചൽസും ടെട്രാസും ഒക്കെയാണ് നമ്മളിലുള്ള കേട്ടോ ഈ പ്ലാന്റ് ടാങ്കിൽ. ഇതിലേറെക്കുറെ പ്ലാന്റ്സ് ഒക്കെ ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട്, കാരണം ഓൾമോസ്റ്റ് എല്ലാത്തിലും നല്ല രീതിക്ക് തന്നെ ആൽഗ പിടിച്ചിട്ടുണ്ട്. ടാങ്കിലെ എല്ലാ മീനുകളെ മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള വെള്ളം നമ്മൾ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ നിന്ന്. സംഗതി അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. ഈ ഹെയർ ആൽഗൊക്കെ വന്ന് പെട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. അക്വേറിയത്തിൻ്റെ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഹീറ്റർ ഓൺ ആണെങ്കിൽ എപ്പോഴും അത് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം വാട്ടർ ചേഞ്ച് ചെയ്യുക കേട്ടോ. പിന്നെ ഈ കാണാവുന്ന സ്ക്രാപ്പർ വെച്ചിങ്ങോട്ട് നമ്മൾ എല്ലാ സൈഡും ശരിക്ക് ഗ്ലാസ്സിലൊക്കെ നല്ല രീതിക്ക് ആൽഗ പിടിച്ചിരുന്നു, അതെല്ലാം ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഈ ഒരു ഹെയർ ആൽഗയുടെ പ്രോബ്ലം മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഫിഷ് എല്ലാം നല്ല ഹെൽത്തി ആയിരുന്നു. ഈ ഒരു പ്ലാന്റ് ടാങ്ക് കൂടാണ്ട് എനിക്ക് വേറൊരു ഷ്രിമ്പ് ടാങ്ക്, ഒരു ചെറിയൊരു ഗപ്പി ടാങ്ക് ഉണ്ട് കേട്ടോ. ഫിഷിനെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് കൂട്ടുകാരൻ ഷൈബു ഒന്ന് കറക്റ്റായിട്ട് എല്ലാം ഫുഡൊക്കെ കൊടുത്തിരുന്നു. ലൈറ്റ് ഓഫ് ആക്കാനായിട്ട് പറയാനായിട്ട് ഞാൻ മറന്നുപോയി. അതുമല്ലാണ് നമ്മുടെ ഈ ഹെയർ ആൽഗ മൊത്തം അടിച്ച് കയറിയത് കേട്ടോ. ഓട്ടത്തിൽ നമ്മൾ ആ സാൻഡ് അടക്കം നമ്മൾ ശരിക്കും വാഷ് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ട്, തലേ ദിവസം തന്നെ 2 വലിയ ക്യാനിൽ ഞാൻ ഇന്നേക്ക് മാറ്റാനുള്ള വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതിന് ശേഷം പയ്യനെ നമ്മളെ പിടിച്ചു വെച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. തൽക്കാലത്തിന് കുറച്ച് പ്ലാന്റ്സ് നമ്മൾ ആഡ് ചെയ്യണുള്ളൂ. അതിനുള്ള പ്ലാന്റ്സ് നമ്മുടെ ചെറിയ പ്ലാന്റ് ഗപ്പി ടാങ്കിൽ നിന്ന് എടുത്തിട്ട് ഹൈഗ്രോഫിൽ ലുഡ് വിജയം മാത്രമേ ഉള്ളൂ തൽക്കാലം നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതിനിടയിൽ നമ്മുടെ ഡ്രിഫ്റ്റ് വുഡൊക്കെ ഒന്ന് ശരിക്കും ക്ലീൻ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ ടാങ്കിൽ നിന്ന് എടുത്ത കുറച്ച് പ്ലാന്റ്സ് ആണ് ഇത്. ഇതെല്ലാം നമുക്കൊന്ന് പ്ലാന്റ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും പ്ലാന്റ്സ് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് പ്ലാന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഡ്രിഫ്റ്റ് വുഡിലുണ്ടായിരുന്ന മോസിലെല്ലാം നല്ല രീതിക്ക് ആൽഗ പിടിച്ച കാരണം എല്ലാതും ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു കേട്ടോ. അതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഏകദേശം ഒരു 1 മണിക്കൂർ മേലെ എടുത്തിട്ട് നമുക്കിതൊക്കെ ഒന്ന് രണ്ടാമത് റീസെറ്റ് ചെയ്യാനുണ്ട്.
പിറ്റേ ദിവസം ഉണ്ട് നമ്മൾ ആ ഫിഷിനെ അക്വേറിയത്തിലോട്ട് മാറ്റിയത്. അപ്പോൾ മുമ്പ് യൂസ് ചെയ്തിരുന്ന വെള്ളം തന്നെയാണ് അതിനകത്ത് യൂസ് ചെയ്തിരുന്നത്. പിന്നെ വേറെ എക്സ്ട്രാ ഒരു 2 ക്യാൻ വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടാങ്കിലോട്ട് പുതിയതായിട്ട് നമ്മൾ സയാമിസ് ആൽഗേറ്റേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ചെറിയ ആൽഗേനൊക്കെ ഇവർ കഴിച്ചോളൂ കേട്ടോ. എപ്പോഴും പ്ലാന്റ് ടാങ്കിൽ സയാമിസ് ആൽഗേറ്റേഴ്സ് ഉള്ളത് നല്ലതാണ്. ചെറിയ ചെറിയ ആൽഗേസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവരത് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ വീഡിയോ. എല്ലാ ഹെയർ ആൽഗയും റിമൂവ് ആയി, ഫിഷ് എല്ലാം നല്ല ഹെൽത്തി ആയിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.